തൃശൂർ മാളയിൽ പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി. ഓലപ്പടക്കം മാലയായി കെട്ടുന്നതിനിടെയാണ് അപകടമുണ്ടായത്. 2 പേർക്ക് പൊള്ളലേറ്റു. പൊയ്യ സ്വദേശികളായ ഉണ്ണികൃഷ്ണൻ, സുഹൃത്ത് അനൂപ് ദാസ് എന്നിവർക്കാണ് പൊള്ളലേറ്റത്. കെ അഖിൽ വിവരങ്ങൾ നൽകും. അഖിൽ, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? അമൃത, ഇവരുടെ പരിക്ക് ഗുരുതരമുള്ളതല്ല. ഇവർക്ക് വലിയ ഗുരുതരമായ പരിക്കുകളൊന്നും ഇല്ല. ചെറിയ പൊള്ളലുകൾ മാത്രമാണ് ഇരിക്കുന്നത്. അതായത് അതൊരു പടക്ക നിർമ്മാണശാലയല്ല. ഇവർ ഈ പുറത്തു നിന്നും പടക്കങ്ങൾ കൊണ്ടുവന്ന് ഇത്തരത്തിൽ അതായത് പൂരങ്ങളും അതുപോലെ തന്നെ പള്ളിപ്പെരുന്നാളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ കൊണ്ടുപോയി ഈ പടക്കം പൊട്ടിക്കുന്ന അല്ലെങ്കിൽ ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ കൊണ്ടുപോയി പടക്കം പൊട്ടിച്ചു നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ പടക്കം കൊണ്ടുവന്ന് ശേഖരിച്ചു വെക്കാനുള്ള ലൈസൻസ് ഒന്നും തന്നെ ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ഈ പടക്കം അനധികൃതമായി വലിയ തോതിൽ പടക്കം സൂക്ഷിച്ചതിനുള്ള കേസെടുത്തിട്ടുണ്ട്. ഈ അപകടം ഉണ്ടാകുന്നത് ഈ പടക്കങ്ങൾ, അതായത് ഈ ഓലപ്പടക്കവും ഗുണ്ടും ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ ഈ ആഘോഷ പരിപാടികളിൽ പോകുമ്പോൾ ഈ മാലയായി പൊട്ടുന്നത് കാണാറുണ്ടല്ലോ. അത്തരത്തിൽ ആ മാലകൾ ഉണ്ടാക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടാക്കുന്നതിനിടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായി. ഈ പടക്കം പൊട്ടുകയായിരുന്നു. ഒരു ചാക്ക് ഓലപ്പടക്കം ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ട്, അതല്ലാതെ ഗുണ്ടും അതുപോലെ തന്നെ മറ്റ് പടക്കങ്ങളും ഒക്കെ തന്നെ ഇവിടെ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇവർ ഈ പടക്കങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്നത് യാതൊരുവിധ ലൈസൻസ് അനുമതി ഒന്നും തേടാതെയാണ് എന്നുള്ളതാണ് മാള പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കെതിരെ മാള പോലീസ് കേസെടുത്തിരിക്കുന്നത്. അമൃത. ശരി, കെ അഖിലാണ് വിവരങ്ങൾ നൽകിയത്.